നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നമസ്കാരം, എൻ്റെ കൂടെ ഒരു ചാക്യാരാണുള്ളത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ചാക്യാർ കൂത്തിൽ A ഗ്രേഡ് നേടിയിട്ടുള്ള ആളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ആൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് ആളിൽ നിന്ന് തന്നെ കേൾക്കാം. എന്താണ് പേര്? സഞ്ജയ് സന്തോഷ്. ഏതാണ് സ്കൂൾ? എവിടെയാണ്? എലൈറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂൾ. നിങ്ങൾ ഈ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരാളാണ് എന്നിങ്ങനെ കേട്ടു. എന്തായിരുന്നു കാരണം? അതിന്റെ റീസൺ എന്താണെന്നുള്ളത് പറയാമോ? ഈ കഴിഞ്ഞ വർഷമായിരുന്നു കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയിട്ടുള്ളത്. കാരണം ആദ്യമായിട്ട് ചാക്യാർകൂത്ത് കാണുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു. അപ്പോൾ സ്കൂളിന് പോയിന്റ് നേടാൻ വേണ്ടിയിട്ട്, കാരണം MJ ഹയർ സെക്കൻഡറി ആണല്ലോ കൊടുവള്ളി സബ് ജില്ലയിൽ എല്ലാ വർഷവും ജയിക്കാറ്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ ഐറ്റം കയറ്റേണ്ടി വന്നതുകൊണ്ട് എന്നോട് ചെയ്യുന്നു ചോദിച്ചു. എനിക്ക് സംസ്കൃതത്തിൽ പാഠകം എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ പാഠകവും ഈ ഒരു ചാക്യാർകൂത്ത് ഏതാണ്ട് സെയിം ശൈലിയാണ്. അങ്ങനെ ഭക്തി, ഹാസ്യരസം, അങ്ങനത്തെ രസങ്ങളുടെ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചാക്യാർകൂത്ത് ചെയ്യുമെന്ന് ചോദിച്ചു, ചെയ്യാന്ന് പറഞ്ഞു. യൂട്യൂബിൽ നോക്കി പഠിച്ചു. സബ് ജില്ലയിൽ അവതരിപ്പിച്ച സമയത്ത് വേഷവും കാര്യങ്ങളൊന്നും കൃത്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജഡ്ജിമാരോട് നല്ല ചീത്ത കേട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനല്ല ഒരു കലാരൂപം, ഇങ്ങനെ അപമാനിക്കരുത് എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ജില്ലയിൽ ഇനി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കുട്ടിയുടെ ഇങ്ങനെ കമന്റ് ഒക്കെ ഇട്ടിട്ടുള്ള കുട്ടീനെ കൊണ്ടുപോകണമെന്ന് വരെ ആലോചിച്ച സമയത്ത് സ്കൂൾ ഇടപെട്ടിട്ട് ജില്ലക്ക് കൊണ്ടുപോയി. ജില്ലയിൽ മിഴാവ് കൊട്ടിത്തരാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. യൂട്യൂബിലൂടെ ഒക്കെ ചാക്യാർകൂത്ത് പഠിച്ചൊരു കുട്ടിക്ക് ഒരിക്കലും ക്ഷേത്രകലയായിട്ടുള്ള ഒരു ഇതിൽ കൊട്ടിത്തരില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷേ അവസാന നിമിഷത്തിൽ മിഴാവ് ഒരു സ്ഥലത്തുനിന്ന് കിട്ടി. അങ്ങനെ മിഴാവ് കിട്ടിയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് മിഴാവ് കാണുന്നതും അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ജില്ലയുടെ ആ ഒരു വേദിയിൽ വെച്ചിട്ടാണ്. അങ്ങനെ ജില്ലയിൽ ഫസ്റ്റ് അടിച്ച സമയത്ത് ഈ വാർത്തകളൊക്കെ അറിഞ്ഞ് ശ്രീനിവാസൻ സാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറ് പൈങ്കുളം നാരായണ ചാക്യാരുമായിട്ട് കണക്ട് ചെയ്ത് തന്നു. അങ്ങനെയാണ് ശിഷ്യത്വം സ്വീകരിച്ചത് കഴിഞ്ഞ വർഷം. ഇത് ഒക്കെ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളാണ്. ഈ ഒരു വർഷത്തിലേക്ക് വരുന്ന സമയം, ഇപ്പൊ കഴിഞ്ഞ വർഷം യൂട്യൂബ് നോക്കി ക്ഷേത്രകലയാണ് യൂട്യൂബ് നോക്കിയാണ് പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു ഗുരു വരുന്നു, ഗുരുവിന്റെ കീഴിൽ അഭ്യസിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നു. ഈ ഒരു വർഷത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു വർഷത്തിന് സബ് ജില്ല, അതിനുശേഷം ഇപ്പൊ സംസ്ഥാന തലത്തിൽ വന്ന് സംസ്ഥാനത്തിൽ A ഗ്രേഡാണ് നേടിയിട്ടുള്ളത്. അപ്പൊ ഈ വർഷത്തെ ഒരു ചാക്യാരായിട്ടുള്ള ഈ ഒരു ജേണിയെ കുറിച്ച് പറയാമോ? ഈ വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ ജില്ല വരെ വീണ്ടും യൂട്യൂബ് നോക്കി തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. സ്റ്റേറ്റിലേക്ക് എത്തുന്ന സമയത്ത് പക്ഷേ മിഴാവൊക്കെ കൊട്ടാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റിൽ പോയ ആ ഒരു ഇതുകൊണ്ട് മാത്രം മിഴാവ് കൊട്ടാൻ സബ് ജില്ലക്കും ആൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേറ്റിലെത്തിയപ്പോഴാണ് പൈങ്കുളത്ത് ഒരു വട്ടം ഞാൻ പോയിട്ടുള്ളത്. ജില്ല വരെ ഈ പ്രാവശ്യം യൂട്യൂബ് തന്നെ നോക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. യൂട്യൂബ് തന്നെയാണ് നമ്മുടെ മെയിൻ ഗുരു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിപ്പോ മാർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാക്യാർകൂത്ത് എന്നുള്ളൊരു കലയിലോട്ട് എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു മത്സരമായിട്ടാണ് എത്തിപ്പെടുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു കലയാണ്, ക്ഷേത്രകലയാണ്, വലിയൊരു പാരമ്പര്യം അവകാശപ്പെടാനുള്ളൊരു കലയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം? ഇത് അവതരിപ്പിച്ച് തുടങ്ങിയതിന് ശേഷം, ചാക്യാരായി മാറി അവതരിപ്പിച്ചതിന് ശേഷമുള്ള നമുക്കുണ്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് കാണാൻ നല്ല രസമാണ്, അവതരിപ്പിക്കാനും നല്ല രസമാണ്. അപ്പോൾ ഇത് യൂട്യൂബിലൂടെയാണ് ആദ്യം കാണുന്നത്. കാണുന്ന സമയത്തെ ഒരിഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചലനങ്ങളും ആ ഒരു വേഷമാണെങ്കിലും ശബ്ദമാണെങ്കിലും സംസാരമാണെങ്കിലും ഒക്കെ എന്തുകൊണ്ടോ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഇഷ്ടത്തിൻ്റെ പുറത്താണ് വീണ്ടും പിന്നെ ചാക്യാർകൂത്ത് അവതരിപ്പിക്കണം എന്നുള്ള ഒരു മോഹം മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു. അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ തോന്നിയിട്ടുള്ളത്? അവതരിച്ച് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ചാക്യാർകൂത്തുമായിട്ട് ഇപ്പം ഹയർ സെക്കൻഡറി +2 ആണ് വിദ്യാർത്ഥിയാണ്, ഇപ്പോൾ +1 വിദ്യാർത്ഥിയാണ്. ഇനിയിപ്പം ഒരു വർഷം കൂടി കഴിയുകയാണെങ്കിൽ ചിലപ്പം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിയുന്നു, കലോത്സവത്തിൽ നിന്ന് ചിലപ്പം വിട പറയേണ്ടി വരും. പക്ഷേ ചാക്യാർകൂത്ത് എന്നുള്ളൊരു കല അഭ്യസിച്ചിട്ടുണ്ട്, ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമുണ്ട്? അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനിങ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ താല്പര്യം. പിന്നെ +1 ആണ്, പഠിക്കാനുണ്ട്, +2 ആണ്. അപ്പോൾ ആ പഠനത്തോടൊപ്പം തന്നെ കലാരൂപങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുപോകണം, അതുപോലെ അത് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഇപ്പോൾ കലകൾ ഉത്ഭവിക്കുന്നത് കാരണങ്ങൾ പലതായിരിക്കാം. ഇപ്പം ചാക്യാർകൂത്തിന് ഉത്ഭവത്തിൻ്റെ പിന്നിൽ തന്നെ വലിയൊരു കഥയുള്ള ഒരു കലയാണ് ചാക്യാർകൂത്ത്. അപ്പം അങ്ങനെയുള്ളൊരു കല, ഒരു ക്ഷേത്രകലയായിട്ടുള്ള കല സ്വന്തമായിട്ട് യൂട്യൂബ് നോക്കി അഭ്യസിച്ച് അംഗീകാരം ലഭിക്കുക, പിന്നീട് ഒരു ഗുരു വരിക, ആ ഗുരുവിൻ്റെ കീഴിൽ പങ്കെടുത്ത് പരിശീലിച്ചതിന് ശേഷം സംസ്ഥാന തലത്തിലടക്കം പങ്കെടുത്തിട്ട്
അംഗീകാരം നേടുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അപ്പം എല്ലാവിധ ഭാവുകങ്ങളും നേരെയാണ് ടീം മൂവി വേൾഡ്.